ഒരു സ്വപ്നമായിരുന്നു കമൽഹാസനോടൊപ്പം സംസാരിക്കുക എന്ന് പറയുന്നത്. അത്രയും നമ്മൾ ഒരു ആർത്തിയോടുകൂടി കണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അങ്ങനെ കമൽഹാസൻ സാറിന്റെ ഓഫീസിലിരുന്ന് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച് ഏതാണ്ട് 1 മണിക്കൂറൊക്കെ ആയപ്പോൾ ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചു. ഞാൻ മനസ്സിലാവും, വിത്ത് ഓൾ യുവർ പെർമിഷൻ ക്യാൻ ഐ ആസ്ക് യു സംതിങ്? യെസ്, ചോദിക്കൂ. ഞാൻ സാർ, പണ്ട് എൻ്റെ അമ്മാവൻ പറഞ്ഞു കേട്ടൊരു കാര്യമാണ്. എൻ്റെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്, തൃപ്പൂണിത്തുറയിൽ ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമ 1996 മറ്റോ ഹിറ്റടിച്ച് നിൽക്കുന്ന സമയം, കമൽഹാസൻ എന്ന് പറഞ്ഞ ഓൾ ഇന്ത്യയുടെ ആവേശമാണ്. ഇന്ത്യൻ, നിങ്ങൾക്കറിയാം, അത്രയും വലിയ ഹിറ്റായിരുന്നു. ആ സിനിമ ഹിറ്റടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ബാർബർ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കമൽഹാസൻ തൃപ്പൂണിത്തുറയിൽ വന്നിട്ടുണ്ടെന്നൊരു കഥ എൻ്റെ അമ്മാവൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കഥയായിട്ട് ഞാൻ കൂട്ടിയിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. സർ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. കമൽഹാസൻ 2 മിനിറ്റ് ആലോചിച്ചിട്ട് ഒന്ന് പറഞ്ഞു. ഒരു ചിരി വന്നു അദ്ദേഹത്തിന്റെ ഫേസിൽ. അദ്ദേഹം പറഞ്ഞു, ദ പ്ലേസ് ഈസ് കോൾഡ് തൃപ്പൂണിത്തുറ അല്ല, അത് ഉദയം പേരൂർ, അങ്ങനെ എന്തോ ആണ് പേര്. ഞാൻ പറഞ്ഞു, ഓക്കെ, ഉദയം പേരൂർ ഈസ് ക്ലോസ് ടു തൃപ്പൂണിത്തുറ. സാർ, എങ്ങനെയാണ് ഒരു ബാർബർ ഷോപ്പിൽ? ഞാൻ ബാർബർ ഷോപ്പിനെ താഴ്ത്തി പറയുക ഒന്നുമില്ല കേട്ടോ. ഞാൻ പറയുന്നത് പൊതുവേ നമ്മൾ അങ്ങനെ കേൾക്കാറില്ലല്ലോ. ഒരു വലിയ ഇന്ത്യൻ താരം, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമിതാഭ് ബച്ചൻ വന്ന ഏതെങ്കിലും ബാർബർ ഷോപ്പ് നമ്മൾ കേട്ടിട്ടില്ല. നയൻതാര ഒന്ന് ഉദ്ഘാടനം ചെയ്തെന്നോ അല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ നമ്മൾ കേട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കൗതുകത്തിന്റെ പുറത്ത് ചോദിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സം കരേടൻ, അദ്ദേഹത്തിന്റെ പേര് മാത്യു കരേടൻ എന്നാണോ ജോൺ കരേടൻ എന്നാണോ എനിക്കറിയില്ല, സം വീട്ടുപേര് കരേടൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ഫ്രണ്ടിന്റെ ഏതോ ഒരു 10ാമത്തെ ഫ്രണ്ടാണ് എൻ്റെ മാനേജറുടെ ഫ്രണ്ട്.